എല്ലാവർക്കും സാധനം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ എന്താണ് നിങ്ങൾ കരുതുന്നില്ലേ, നമ്മള് ഹണി ചിക്കൻ കുബൂസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ കിച്ചണിലേക്ക്. അപ്പൊ ഹണി ചിക്കൻ ഉണ്ടാക്കാൻ ആദ്യം എടുക്കേണ്ട ചിക്കൻ ആണ്. അപ്പൊ നമ്മൾ അത് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബൗൾ എടുത്തിട്ട് അതിനകത്ത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ആണ് എടുക്കുന്നത്. പിന്നെ അതിനകത്ത് കുറച്ച് പെപ്പർ പൗഡർ ഇട്ടിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ നമുക്ക് എരിവ് അനുസരിച്ച് ഇട്ടാൽ മതി. പിന്നെ കുറച്ച് ഉപ്പും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവനുസരിച്ച് ഇടാം കേട്ടോ. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇടാൻ പോകുന്നത് ഇപ്പോൾ മുളക് പൊടിയാണ് ഇടുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് എരിവനുസരിച്ച് ഇടാം കേട്ടോ. എല്ലാവർക്കും അവരവരുടെ എരിവ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതനുസരിച്ച് ഇടാം. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് എരിവ് വേണം, അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ എടുത്തത്. അപ്പോൾ നമ്മൾ അത് നല്ലതായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് കുറച്ച് നമ്മൾ സോയാ സോസിലേക്ക് അത് ഒഴിച്ച് കൊടുക്കുക. 2 ടേബിൾ സ്പൂണാണ് ഒഴിച്ച് കൊടുക്കുന്നത് സോയാ സോസ്. അങ്ങനെ അതും കൂടി വെച്ച് നമ്മൾ നല്ലതായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം മെയിനായിട്ട് സോയാ സോസ് വേണം എല്ലാവരുടെയും കയ്യിൽ, എന്നാലും നല്ല ഫ്ലേവർ കിട്ടത്തുള്ളൂ ഗൈസ്. അതുകൊണ്ട് പിന്നെ നമ്മൾ എടുക്കുന്നത് എണ്ണ കേട്ടോ. അപ്പോൾ അതിട്ട് നമ്മൾ സൺഫ്ലവർ ഓയിലാട്ടോ എടുക്കുന്നത്. പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്തേക്കുന്നത്. അധികം എരിവൊന്നുമില്ല, നല്ല കളറുണ്ട് ഗൈസ്, അതുകൊണ്ടാണ് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ എടുത്തത്. അപ്പോൾ നമ്മൾ എരിവിന് വേണ്ടിയാട്ടോ നമ്മൾ കുറച്ച് കുരുമുളക് കുറച്ച് കൂടുതലിട്ടത്. അങ്ങനെ നമ്മൾ നല്ലതായിട്ട് അത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കഴുകി വെച്ചേക്കുന്ന ചിക്കൻ അങ്ങോട്ട് എടുത്തിടുക. ഓരോന്നായിട്ട് എല്ലാം ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് തന്നെ അപ്പോൾ മിക്സ് ചെയ്യണം നല്ലതായിട്ട് തന്നെ. അപ്പോൾ നമ്മൾ എല്ലാ ചിക്കനും അങ്ങോട്ട് ഇട്ട് നല്ലതായിട്ട് തന്നെ മിക്സ് ചെയ്യണമെന്ന് വെച്ചാൽ നല്ലതായിട്ട് തന്നെ ആ ചിക്കനിൽ ആ മസാല പിടിക്കണം ഗൈസ്. അതുകൊണ്ടാണ് നമ്മൾ നല്ലതായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൽ നമ്മൾ ഒരു 5-10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കുറച്ച് നേരം. അപ്പോൾ അതേ നമ്മളെല്ലാം നല്ലതായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ ഒരു അരമണിക്കൂറോ കുറച്ച് കൂടുതൽ ടൈം വെക്കാൻ നേരത്ത് അതിനനുസരിച്ച് ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ ഇത് ഒരു കാര്യം പറയാൻ പറ്റുക, മസാലക്കൂട്ട് കൂടി നമ്മൾ ഇടാൻ മറന്നുപോയി. അപ്പോൾ അതുകൂടി ഇട്ട് നമ്മൾ നല്ലതായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിനകത്തായിട്ട് നമ്മൾ ഇനി കോൺഫ്ലവർ ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് കോൺഫ്ലവർ ആഡ് ചെയ്യണം ഗൈസ്, നല്ല ക്രിസ്പി ആയിട്ടൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടണമെങ്കിൽ കുറച്ചുകൂടി വേണം. അപ്പോൾ അതേ ഒരു 1/2 കപ്പ് കോൺഫ്ലവർ എങ്കിലും വേണം കേട്ടോ നമുക്ക്. അങ്ങനെ അത് കൂടി ഇട്ട് നല്ലതായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇതിൽ നല്ലതായിട്ട് തന്നെ മസാലയൊക്കെ പിടിക്കണമെങ്കിൽ കുറച്ച് നല്ലതായിട്ട് തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പം നമുക്ക് വേഗം തന്നെ വേണമായിരുന്നു ഗൈസ്, അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് നേരത്തെ ഒരു അരമണിക്കൂർ വെച്ച് നമ്മൾ നേരത്തെ എടുത്തു. അപ്പം നിങ്ങൾ കുറച്ച് നേരം കൂടുതൽ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ നമ്മൾ ചീനിച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തായിട്ട് നമ്മൾ എണ്ണ ഒഴിക്കണം. ഇനി നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഇതിന് ഫ്രൈ ചെയ്യാൻ നേരത്ത് യൂസ് ചെയ്യണത്. സൺഫ്ലവർ ഓയിൽ തന്നെയാണ്. അങ്ങനെ നമ്മൾ സൺഫ്ലവർ ഓയിലും കൂടി എടുത്തു. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെളിച്ചെണ്ണ എടുക്കല്ലേ കേട്ടോ, സൺഫ്ലവർ ഓയിൽ എടുക്കാവുള്ളൂ, എന്നാലേ ടേസ്റ്റ് വരുത്തുള്ളൂ കൃത്യമായിട്ടുള്ള. അതുകൊണ്ട് തന്നെ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. ഇനി ഓരോ ചിക്കനായിട്ട് ഇട്ട് നല്ലതായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം നമുക്ക്. അങ്ങനെ നമ്മൾ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നല്ലതായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. എന്ന് വെച്ചാൽ എല്ലാ സൈഡും ഒപ്പം നല്ലതായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം നമുക്കെല്ലാം. അപ്പോൾ ഗൈസ് നമ്മൾ ഫ്രൈ ചെയ്യാൻ നേരത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഫ്രൈ ആയിക്കഴിഞ്ഞ നേരത്ത് കുറച്ചുകൂടി കൂട്ടി വെക്കാൻ നിങ്ങൾക്ക് എന്നിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ചിക്കൻ കിട്ടും കേട്ടോ ഫ്രൈ ആയി. അപ്പോൾ ഗൈസ് നമ്മൾ ചിക്കൻ ഓരോന്നായിട്ട് വെന്ത് ഫ്രൈ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ സൈഡ് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഫ്രൈ ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ സൈഡ് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു പ്ലേറ്റിലായിട്ട് നമ്മളെല്ലാ ചിക്കനും ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ എല്ലാ ചിക്കനും നമ്മൾ ഫ്രൈ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹണി ചിക്കൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന്
ഷെസ്വാൻ സോസാണ്. അപ്പം എനിക്ക് കറക്റ്റായിട്ട് പ്രൊനൗൺസിയേഷൻ അറിഞ്ഞുകൂടാ. അപ്പം എല്ലാം തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ഗൈസ്. അപ്പം ഇത് ആദ്യം എടുക്കുന്നത് നമ്മൾ ഉണക്കമുളകാണ്. ഒരു 2-3 നമുക്ക് എടുക്കാം ഗൈസ്. അതിനകത്തായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ തിളപ്പിക്കണം. തിളപ്പിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ കളറൊക്കെ ഇളകി ആ വെള്ളത്തിലായിട്ട് മഞ്ഞ കളറാവും. അപ്പോൾ കുറച്ച് എരിവ് കുറയും ഗൈസ്. അങ്ങനെ നല്ലതായിട്ട് തിളക്കണം. ഇത് നമ്മൾ കുറച്ച് നേരമായിട്ട് നല്ലതായിട്ട് തന്നെ തിളപ്പിക്കണം. അത് നേരത്ത് നമ്മൾ എടുത്തിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് അടിച്ച് പേസ്റ്റ് പോലെ എടുക്കണം. എന്നിട്ട് നമ്മൾ ഒരു പാത്രം എടുത്തിട്ട് അതിനകത്തായിട്ട് കുറച്ച് നമ്മുടെ സൺഫ്ലവർ ഓയിൽ തന്നെ ആഡ് ചെയ്യണം. അങ്ങനെ നമ്മൾ എണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് എടുക്കേണ്ടത്. ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട് സൺഫ്ലവറാണ് എടുക്കേണ്ടത്. പിന്നെ നമ്മൾ വെളുത്തുള്ളി കുറച്ച് നല്ലതായിട്ട് തന്നെ സ്മോൾ പീസായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലതായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലതായിട്ട് തന്നെ മിക്സ് ചെയ്യണം ഗൈസ്. എന്നിട്ട് അതിനകത്തായിട്ട് നമ്മൾ കുറച്ച് പച്ചമുളക് കൂടി ഇടുന്നുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ എരിവ് കറക്റ്റ് ആകാൻ വേണ്ടിയാണ്. പിന്നെ കുറച്ച് മല്ലിയില കൂടി ഇടുന്നുണ്ട് ഗൈസ്. പിന്നെ നമ്മൾ നേരത്തെ പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഉണക്കമുളക് ഗൈസ് അതുകൂടി നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നല്ലതായിട്ട് തന്നെ അതും കൂടി മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മളത് ഓൺ ചെയ്യണം ഗൈസ്. എന്നിട്ട് വേണം മിക്സ് ചെയ്യാൻ നല്ലതായിട്ട് തന്നെ. ഇങ്ങനെ നമ്മൾ നല്ലതായിട്ട് തന്നെ മിക്സ് ചെയ്യണം. അത് കുറച്ച് നേരം തിളപ്പിക്കണം ഗൈസ്. കണ്ടോ. അങ്ങനെ നമ്മൾ എണ്ണയിൽ കിടന്ന് നല്ലതായിട്ട് തന്നെ അത് ഒന്ന് മൂത്ത് വരണം. അതിനകത്തായിട്ട് നമ്മൾ കുറച്ച് സോയാ സോസ് ആഡ് ചെയ്യണം. 1 സ്പൂണാണ് ആഡ് ചെയ്യേണ്ടത് സോയാ സോസ്. എന്നിട്ട് നമ്മൾ നല്ലതായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ആവശ്യത്തിന് മറ്റേൽ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും നമ്മൾ ഷെസ്വാൻ സോസിൽ നമ്മൾ കുറച്ചുകൂടി ആഡ് ചെയ്യണം. അങ്ങനെ നമ്മൾ നല്ലതായിട്ട് തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് സോസാണ് ഇനി ആഡ് ചെയ്യുന്നത്. ടൊമാറ്റോ സോസാണ് ഗൈസ്. 1 സ്പൂണാണ് ആഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് വേണ്ടത്ര അനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ മധുരം വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലതായിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഷെസ്വാൻ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അടുത്തെടുക്കേണ്ട ഒരു പാത്രത്തിൽ നമ്മൾ നേരത്തെ ചിക്കൻ വറുത്ത ഓയിലില്ലേ ഗൈസ്, സൺഫ്ലവർ ഓയിൽ, അത് തന്നെയാണ് ഇതിന് യൂസ് ചെയ്യേണ്ടത്. നമ്മൾ വറുത്തതിൻ്റെ ബാക്കി വന്ന എണ്ണയാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യേണ്ടത്. ആ എണ്ണ കളയണ്ട. ആ എണ്ണ അതേപോലെ തന്നെ വെച്ചിട്ട് നമുക്ക് അവസാനം ഇതിന് യൂസ് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് ആരും അത് കളയല്. അങ്ങനെ നമ്മൾ അതിനകത്തായിട്ട് വെളുത്തുള്ളി നമ്മൾ പീസായിട്ട് കുറച്ച് കുഞ്ഞായിട്ട് പീസ് ചെയ്തത് നമ്മൾ ഇതിനകത്തായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതായിട്ട് തന്നെ ഒന്ന് വാട്ടണം. വാട്ടി കുറച്ച് കഴിയാൻ നേരത്ത് നമ്മൾ അതിനകത്തായിട്ട് വേറെയും കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ വീഡിയോയിൽ ഞാൻ പറയാം. അപ്പം നമ്മൾ നല്ലതായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്ന 3 സവോള നമ്മൾ ചോപ്പ് ചെയ്തിട്ട് അരിഞ്ഞതാണ് നമ്മൾ ഇങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞങ്ങൾക്ക് കുറച്ച് ഗ്രേവി ആയിട്ടാണ് ഗൈസ് വേണ്ടത്. അതുകൊണ്ട് നമുക്ക് കുറച്ച് കൂടുതൽ വേണമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ സവോള ഇത്ര ആഡ് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരെണ്ണം കൂടി സവോള ആഡ് ചെയ്താൽ മതി. അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഗ്രേവി കൂടുതൽ കിട്ടും. അപ്പം ഞങ്ങൾക്ക് ഇവിടെ കുറച്ചുകൂടി ഗ്രേവി കൂടുതൽ വേണമുള്ളതുകൊണ്ട് ഞങ്ങൾ 3 സവോളയാണ് നമ്മൾ എടുത്തേക്കണത്. വലിയ സവോള കേട്ടോ. അങ്ങനെ അത് കൂടി ഇട്ട് നല്ലതായിട്ട് തന്നെ മിക്സ് ചെയ്ത്, ഇത്രയും ഗ്രേവി വേണ്ടാത്തവർക്ക് 2 or 1 മതിയായിരിക്കും. അങ്ങനെ നമ്മൾ നല്ലതായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. പിന്നെ അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തെടുക്കണം. അതും നല്ലതായിട്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അടുത്തിടുന്ന മുളക് പൊടിയാണ്. ഇതും കാശ്മീരി ചില്ലി പൗഡർ തന്നെ കേട്ടോ നമ്മൾ യൂസ് ചെയ്യണത്. അപ്പം 2 ടേബിൾ സ്പൂണാണ് ഇട്ടത്. അതും നല്ലതായിട്ട് തന്നെ മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുക്കണം. നമുക്ക് നല്ലതായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് അത് കുറച്ച് നല്ലതായിട്ട് തന്നെ വാട്ടിയെടുക്കണം. നമുക്ക് സവോളയൊക്കെ കുറച്ച് നല്ലതായിട്ട് തന്നെ വാട്ടിയെടുക്കണം. ഇപ്പോൾ ഗൈസ് വാടിക്കഴിഞ്ഞാലേ കുറച്ച് ടേസ്റ്റ് ഉണ്ടാകുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. നല്ലതായിട്ട് തന്നെ വാട്ടിയെടുക്കണം. എന്നാലേ കുറച്ചും കൂടി നല്ലതായിട്ട് ടേസ്റ്റ് വരത്തുള്ളൂ. അത് നമ്മളെല്ലാം നല്ലതായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് കാണുമ്പോൾ തന്നെ അറിയാം ഗൈസ് നമ്മൾ നല്ലതായിട്ട് തന്നെ ആഡ് ചെയ്യണം. പിന്നെ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മിക്സ് ചെയ്തെടുക്കണം. നമുക്ക്
ഹണി, നമ്മുടെ മെയിൻ താരമായിട്ടുള്ള നമ്മുടെ ഹണി കൂടി ഒഴിക്കുന്നുണ്ട് ഗൈസ്. അത് നമ്മൾ 2 ടേബിൾ സ്പൂൺ ആണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് ഹണി ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ 2 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ആയിരുന്നു ഗൈസ്, അടിപൊളിയായിരുന്നു. മസ്റ്റ് ട്രൈ ആണ്, എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നല്ല ടേസ്റ്റ് ആണ്. അമ്മ നല്ല കുബൂസൊക്കെ ഉണ്ടാക്കി കുറച്ച് കട്ടി ഉണ്ടാകണം ഗൈസ്, കുറച്ച് കട്ടി ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു ചെറിയൊരു കട്ടിയുള്ള രീതിയിൽ വേണം പരത്താൻ. അങ്ങനത്തെ നമ്മൾ പാനിലോട്ട് ഇട്ടിട്ടുണ്ട്. അത് കുറച്ച് നേരത്ത് കുറച്ച് കൂടുതൽ എയർ ബബിൾസ് വരും ഗൈസ് ഇങ്ങനെ സൈഡിൽ കൂടി. എന്നിട്ട് വേണം നമ്മൾ മറിച്ചിട്ട് കൊടുക്കാൻ. അങ്ങനെ നമ്മൾ കുബൂസ് കുറച്ചെണ്ണം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ദേ നമ്മുടെ ഡിന്നറിലുള്ള ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട്. കുബൂസും നമ്മുടെ ഹണി ചിക്കനും. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ നമ്മൾ കുബൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, 2-3 കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഹണി ചിക്കനും ഉണ്ട് കൂടെ. അപ്പോൾ രണ്ടും അടിപൊളി കോമ്പിനേഷനാണ്, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തുകൊണ്ട് നോക്കാം ഗൈസ്. ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. കുബൂസും റെഡി ആയിട്ടുണ്ട്, ഹണി ചിക്കനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടി ടേസ്റ്റ് ചെയ്യുന്നതിനടുത്ത് ഞാൻ പറയാം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹണി ചിക്കൻ, ഞാൻ കാണിച്ചു തരുന്നുണ്ട്, കണ്ടോ ഗൈസ്. പിന്നെ നമ്മുടെ കുബൂസ് ഉണ്ട്, നല്ല സോഫ്റ്റ് കുബൂസാണ് ഗൈസ്, നല്ല സോഫ്റ്റ് ആയിരുന്നു കുബൂസ്, നല്ല സോഫ്റ്റ് ആയിരുന്നു ഗൈസ്. അപ്പോൾ ഞാൻ ഒരു കുബൂസ് എടുത്തിട്ടുണ്ട്, പിന്നെ ഹണി ചിക്കനും കൂടി എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ലൊരു ക്രീമി ആയിട്ടുള്ള നല്ല അടിപൊളി ഫ്ലേവറൊക്കെ പിടിച്ചിട്ടുള്ള ചിക്കനാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ ഗൈസ്, മസ്റ്റ് ട്രൈ ആണെന്ന്. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോയാണ് ഗൈസ്. കണ്ടോളൂ ഗൈസ്, ഞാൻ ടേസ്റ്റ് ചെയ്യുന്നത്. അടിപൊളി സോഫ്റ്റ് ചിക്കനാണ്. ഇന്നത്തെ വീഡിയോ ഇതൊക്കെയായിരുന്നു. അപ്പൊ നിങ്ങൾ വീഡിയോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പൊ പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ ബൈ.